അപ്പോൾ നമ്മൾ DMSലത്തെ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് റൂൾ ഓഫ് ഇൻഫറൻസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത്, അതിൽ തരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രിമൈസസ് എന്ന് വിളിക്കാം, അതുപോലെ തന്നെ ഫൈനലായിട്ടുള്ള പ്രൊപ്പോസിഷനെ കൺക്ലൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതിലേക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയാണ് ഇത്, അതായത് നമുക്ക് ശരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് അതിൻ്റെ വാലിഡിറ്റി പ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കാം. അപ്പോൾ ആർഗ്യുമെൻറ്റ് ഈസ് വാലിഡ് ഇഫ് ദ കൺക്ലൂഷൻ ഈസ് ട്രൂ. അതായത് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ, ലാസ്റ്റ് കിട്ടുന്ന കൺക്ലൂഷൻ ട്രൂ ആണെങ്കിൽ ആ ആർഗ്യുമെൻ്റ് എന്താണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കത് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വാലിഡിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അതാണ് ഇതെന്ന് പറയുന്നത്. P ഇൻ്റർസെക്ഷൻ P ഇംപ്ലൈസ് Q ഹോൾ ഇംപ്ലൈസ് P. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി നമുക്ക് കണ്ടുപിടിക്കണം, ഇത് വാലിഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് വരിക, നമ്മളിപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉള്ളത് Pയും Qവും. അപ്പോൾ Pയും Qൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 0s 1s വെച്ചിട്ട് നമ്മൾ എഴുതി. എന്നിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താ, P ഇംപ്ലൈസ് Q വേണം, അതുപോലെ തന്നെ P ഇൻ്റർസെക്ഷൻ P ഇംപ്ലൈസ് Q വേണം, അതുപോലെ തന്നെ P ഇൻ്റർസെക്ഷൻ പിന്നെ ഇത് മൊത്തം വേണം, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുക. അത് നമുക്ക് P ഇംപ്ലൈസ് Q ആണ്. അപ്പോൾ നമുക്ക് ആൻസറിൽ 1 1 0 1 എന്ന് വരും. അതുമാതിരി തന്നെ P ഇൻ്റർസെക്ഷൻ P ഇംപ്ലൈസ് Q. അതെങ്ങനെയാണ്, ഇത് നോക്കിയിട്ട്, അതായത് ഇതും കൂടെ എന്ത് ചെയ്യണം, ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഇത് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടുള്ളൂ. ബാക്കി 3 സ്ഥലത്തും 0 ആണ് വരിക. ഇനി ലാസ്റ്റത്തെ ആയിട്ടുള്ള ഇതും അതുപോലെ ഇത് ഇംപ്ലൈസ് P, അതായത് P ഇൻ്റർസെക്ഷൻ P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് P. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ, നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എല്ലാതും 1 കിട്ടും. അതായത് അർത്ഥം അത് ടോട്ടോളജി ആണെന്ന് അർത്ഥം. അതായത് നമ്മൾ പറഞ്ഞു, എല്ലാ ലാസ്റ്റത്തെ ട്രൂത്ത് വാല്യൂസ് ഫുൾ 1 ആണ് വരണമെങ്കിൽ അത് ടോട്ടോളജി ആയിരിക്കും. അല്ലാതെ ബാക്കിയുള്ള വാല്യൂസ് മൊത്തം 0 ആണ് വരണമെങ്കിൽ അത് കോൺട്രഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എല്ലായിടത്തും 1 വന്നു, അതുകൊണ്ട് ടോട്ടോളജി ആയി. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയാണ് ഒരു വേ എന്ന് പറയുന്നത്. അതായത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള വാലിഡിറ്റി കണ്ടുപിടിക്കൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഒരു വേ കൂടി ഉണ്ട്. അതിനു വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് റൂൾസ് ഓഫ് ഇൻഫറൻസ്. ഈ റൂൾസ് നമുക്ക് പഠിച്ചെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇനിയുള്ള സെക്ഷനിൽ നമുക്ക് കാണാം. ഇനിയുള്ള സെക്ഷനിലല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിയും P ഇംപ്ലൈസ് Q വന്നു കഴിഞ്ഞാൽ ആൻസർ Q ആണ് വരിക. അതാണ് മോഡസ് പോണൻസ് എന്ന് പറഞ്ഞിട്ടൊരു റൂളാണ്. അതുപോലെ തന്നെ P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് R വന്നു കഴിഞ്ഞാൽ P ഇംപ്ലൈസ് R ആയിരിക്കും എന്നുള്ള പറഞ്ഞ ലോ പറയുന്നതാണ് ലോ ഓഫ് സില്ലോജിസം. അങ്ങനെ കുറച്ച് ലോസ് ഉണ്ട്. മോഡസ് ടോളറൻസ്, റൂൾ ഓഫ് കൺജങ്ഷൻ, അതുപോലെ തന്നെ റൂൾ ഓഫ് ഡിസ്ജങ്ഷൻ സില്ലോജിസം, റൂൾ ഓഫ് കോൺട്രഡിക്ഷൻ, റൂൾ ഓഫ് കൺജക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ, റൂൾ ഓഫ് ഡിസ്ജങ്റ്റീവ് ആംപ്ലിഫിക്കേഷൻ, റൂൾ ഓഫ് കണ്ടീഷണൽ പ്രൂഫ്, റൂൾ ഫോർ പ്രൂഫ് ബൈ കേസസ്, അതുപോലെ തന്നെ റൂൾ ഓഫ് ദി കൺസ്ട്രക്റ്റീവ് ഡിലെമ, റൂൾ ഓഫ് ദി ഡിസ്ട്രക്റ്റീവ് ഡിലെമ. അങ്ങനെ ടോട്ടലി ഒരു 10-12 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ 10-12 റിസൾട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്, റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വാലിഡിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനിയുള്ള സെക്ഷനിൽ നമുക്ക് ഇത് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേറൊരു സെക്ഷനിലേക്ക്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സെക്ഷനാണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാണ്ടിഫയേഴ്സ്? അതായത് വേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് ക്വാണ്ടിറ്റി. ഇപ്പോൾ ഏതെങ്കിലും വേർഡ്സ് ചില ക്വാണ്ടിറ്റീനാണ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ആ വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ, സം, വൺ, നൺ, ഇതൊക്കെ പറയുന്നത് ഒരു കുറച്ച് വാല്യൂസിനെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേർഡ്സുകളാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 തരത്തിലുള്ള ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. ഒന്ന് ഓൾ എന്ന് പറയുന്നത് ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, അതായത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സിനാണ് അതിനെ വിളിക്കുക. അതെന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് എന്ന് വിളിക്കും. സം എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് വിളിക്കും. അതിൽ നമ്മൾ ഫോർ സം എക്സ്, ഇത് ഫോർ ഓൾ എക്സ്, ഇത് ഫോർ സം എക്സ്. അങ്ങനെ 2 ക്വാണ്ടിഫയേഴ്സാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ.